എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ മാഗി ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഒരു പാക്കറ്റ് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 പാക്കറ്റ് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടാവും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 പാക്കറ്റ് മാഗി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1000 പാക്കറ്റ് ആണ്. അപ്പോൾ 1000 പാക്കറ്റ് മാഗി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കിയാലോ മച്ചാന്മാരെ? അപ്പോൾ നമ്മുടെ മാഗി തുറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു പവറിന് വേണ്ടിയിട്ട് നടുക്ക് നിരത്തി വെച്ചെന്നുള്ളൂ. ഇത് നമ്മളിനി ചൊരിഞ്ഞിടാൻ ഭാഗത്തിന് നമ്മൾ സൈഡിലേക്ക് നീക്കി വെക്കുകയാണേ. നമ്മുടെ പാക്കറ്റ് നിറയെ മാഗിയാണ്. ഇനി പെട്ടിന്ന് മാഗി കൂട്ടന്മാർക്ക് പുറത്തേക്ക് ചാടാനുള്ള നേരമായിക്കാണ്. ഓ അടിപൊളി. അമ്പോ ഇത്ര ഇട്ടം തന്നെ കുറേ ആയിട്ടുണ്ടല്ലോ. പോരട്ടെ 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 മാഗി പോരട്ടെ. വാവ് നല്ലതാ. ഓ പൊടിഞ്ഞു പോടാ മാഗിയൊക്കെ. ൂട്ടപ്പോ തന്നെ നോക്കിയേ എന്തോരായി നോക്കിയേ. എടാ എനിക്കാൻ പറ്റൂലടാ, മടിന്നറിയാൻ മാഗി. അമ്മേ കുന്നാരം മാഗിയാടാ. നോക്കിയേ 1000 പാക്കറ്റ് മാഗിയായിട്ടാ ഇരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മാഗി പാക്കറ്റുകളൊക്കെ സെറ്റ് ആയതേ കുന്നാരം ആക്കിയിട്ടുണ്ട്. നമ്മുടെ തമ്മിൽ എടുക്കാനുള്ള അടിപൊളി പോസ്റ്റാണ് ഇതിൽ. വേണമെങ്കിൽ നമുക്കൊരു തമ്മിലേക്ക് എടുത്ത് വെക്കാം. പ്രവീണേ രണ്ടൊന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്തേ. അതന്നെ 2 പവറിനിരിക്കട്ടെ. യെസ്, അങ്ങനെ തമ്മിൽ പോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന മാഗി തൽക്കാലം നമ്മളിപ്പോൾ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ബാക്കി പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഇനി നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള അഡീഷണൽ സാധനങ്ങളിലേക്ക് പോവാം. ആറ്റം തുടങ്ങിക്കോ മോനെ. എന്താണ്? പിന്നെന്തുണ്ട്? സോസ് ഇറുക്കുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഇറുക്ക്, പച്ചമുളക് ഇറുക്ക്. ശരിയാണ കടിക്കാൻ പറ്റുമോ? നിനക്ക് കടിക്കാൻ പറ്റുമോ? ഏഴുണ്ടാ കുറവാ. അല്ലോ നല്ലൊരുടാ. വേണ്ട. പച്ചമുളക് ഉണ്ട്, സവാള ഉണ്ട്, തക്കാളി ഉണ്ട്, മല്ലിയില ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ഫ്രോസൺ ഗ്രീൻ പീസ്, നല്ല എരിവുണ്ടായിട്ട മുളക്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് കുറച്ച് കഴുകിയെടുത്തിട്ട് അരിഞ്ഞ് സെറ്റാക്കാം. ഓ അപ്പോൾ ഇനി പച്ചക്കറി കഴുകലാണ്. നമ്മൾ ഓൾറെഡി ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്. എന്നാലും നമ്മൾ എന്താ പറയുക, ഒരു ചടങ്ങ് അങ്ങനെയാണല്ലോ. നമ്മൾ വീഡിയോയിലൊന്ന് കഴുകി കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി കഴുകാണ്. വെള്ളത്തിനോട് പോവരുതെന്ന് പറ. ഓക്കെ, നീ കഴുകിക്കോ. അപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടന്മാരെ കഴുകി നല്ല ക്ലീൻ ആക്കണം. ഇവിടെ വെളുത്തുള്ളി തൊലി പുളിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ, ഫ്ലേവറിന് വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ തക്കാളി കൂട്ടന്മാരെ കഴുകി വാരി ഇതേ തിരിച്ച് പാത്രത്തിലേക്ക് ആക്കി എടുക്കുകയാണ്. എന്നത്തെയും പോലെ വെയിൽ ഉച്ച സ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേ പച്ചമുളക് കൂട്ടനാണ്. എരിവ് വേണം, കത്തണം. ഓക്കേ, ഇനി ഇതേ നമ്മുടെ ക്യാപ്സിക്കം ആണ്. അങ്ങനെ ദേ ക്യാപ്സിക്കം കൂട്ടനെ നമ്മൾ കഴുകി മാറ്റാണ്. അപ്പോൾ ദേ നമ്മുടെ പണികൾ തുടങ്ങാണ് മച്ചാന്മാരെ. അപ്പോൾ ദേ ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി കണ്ടാ, അപ്പുറത്ത് സലാവ. അപ്പോൾ നമ്മൾ ദേ ഇനി അരിഞ്ഞ് സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. ആഹാ, കുഞ്ഞി കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് എടുത്താ പെട്ടെന്ന് വെയിലത്തൊന്ന് പോവാ, അല്ലെങ്കിൽ വെയിലത്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ തക്കാളി ഇതേ നല്ല ഭംഗിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. മാഗി ബിരിയാണി ആക്കട്ടെ വേണമെങ്കിൽ. ശരിക്കും മാഗി ബിരിയാണി പോലെ തന്നെയാ അത്. നമ്മളിങ്ങനെ നൂലെന്നുള്ളത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ബിരിയാണി പോലെ. അതെ, ഫിഷ് മാഗി, അങ്ങനെ പല സാധനങ്ങളാക്കി എടുക്കാൻ നമുക്ക്. തന്നെ കുനുകുനാന്നുണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് തട്ടേണ്ടത് അരിഞ്ഞ തക്കാളിയൊക്കെ. അപ്പോൾ നമ്മുടെ തക്കാളി അരിയിൽ സിമ്പിൾ പരിപാടി കേട്ടോ. നേരെ എൻ്റെ തലയും മൂടും കൂടെ അരിഞ്ഞ് കളയുക, നേരെ 2 പീസാക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ ഇങ്ങനെ ചെറിയ പീസാക്കുക. പിന്നെ കുനാന്നിങ്ങനെ അരിയുക. അരിഞ്ഞ സബോള ഇടയിൽ മറ്റോടേക്ക് വിട്ടാലോടാ, തമിഴ്നാട്ടിൽ വില്ലേജ് കുക്കിംഗ് ചാനലിലേക്ക് വിട്ടാലാ. നിനക്ക് അതിനുള്ള ഭാവി ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു നോക്കട്ടെ അവിടെ ആളെടുക്കണ്ടെന്ന്. അയ്യോ, ആൽമാർത്ത് നോക്ക്. അങ്ങനെ നമ്മുടെ തക്കാളിയും അതുപോലെ സവാളയും അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഇതേ നമ്മുടെ ഇഞ്ചി നല്ല കുനുകുനാന്ന് അരിയണം.
കുരുമുര വേണ്ടിട്ടാണ് നമുക്ക് ചെറിയ ക്യൂബായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റോക്ക് തുടങ്ങാണ് നമ്മളെ. ഓക്കെ, നമ്മുടെ ക്യാപ്സിക്കം ഇങ്ങനെ അതിൻ്റെ നടുക്കത്തെ വിത്തില്ലാത്ത രീതിയിൽ നമ്മൾ വട്ട അരിഞ്ഞെടുക്കുകയാണ്. കണ്ട, അതിൻ്റെ വിത്ത് പുറത്തേക്ക് വെക്കോളും, അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് കിട്ടും. ഇനി നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ആണോ? അപ്പം നല്ല എരിവുള്ള മുളകായിരിക്കും. അത് നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ നല്ല എരിവുണ്ടെന്നാണ് മുളക്. കണ്ണടി കിട്ടിയല്ലേ? ക്യാപ്സിക്കത്തിന് എരിവിട്ട് തോന്നണ്ട. അപ്പോൾ ഇതേ ക്യാപ്സിക്കം കുനുകുനാന്ന് അരിഞ്ഞതേ. അങ്ങനെ ദേ നമ്മുടെ അരിഞ്ഞ പച്ചമുളകിനെ നേരെ ട്രേയിലേക്ക് മാറ്റാണ്. എടാ, എരിവുണ്ടാടാ മുളകിന്? അങ്ങനെ ദേ നമ്മുടെ ക്യാപ്സിക്കം കുട്ടന്മാരെ അരിഞ്ഞ് സെറ്റാക്കി ഇതേ പാത്രത്തിലേക്ക് മാറ്റിയേക്കാണേ. ഇനി ദേ നമ്മള് അടുത്തതായിട്ട് നമ്മുടെ മല്ലിയില ഇട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നമുക്ക് മല്ലിയിലയുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കുനുകുനാന്ന് മല്ലിയിലയും കൂടി അരിഞ്ഞെടുക്കാം. സാറ്റിസ്ഫൈങ് സൗണ്ട്. അങ്ങനെ നമ്മുടെ മല്ലിയില അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാഗി പൊട്ടിച്ച് അതിന്റെ മസാല നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അതിൻ്റെ ഉള്ളിലുള്ള നൂഡിൽസ് സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ മച്ചാമാരെ ഇതേ പണി തുടങ്ങാണ്. നമ്മളുടെ 1000 നൂഡിൽസ് പൊട്ടിച്ച് ഇനി ഈ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. അതിൻ്റെ ഒരു മസാല ഉണ്ടാവും കേട്ടോ, നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ സ്പെഷ്യൽ മസാല ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതേ പണി തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ നൂഡിൽസുകളായിട്ട് നമ്മൾ ഇനി പൊട്ടിച്ച് അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിൽ തന്നെ കീറാനൊക്കെ പാടുന്ന ഇതിൽ കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു കീറൽ നേരെ തുറക്കുക, ഇതിലേക്ക് ഇടാം. കണ്ട, ഈ കവറില്ലേ, അതിൽ മസാല നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ കവറൊക്കെ കുറേ ഇന്ന് ബാക്കി വരും, അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും കേട്ടോ. കുഴപ്പമില്ലടാ, ഞാൻ എടുത്ത് വെച്ചോളാം കവർ. അങ്ങനെ നമ്മളുടെ ഓരോ കവറുകളായിട്ട് കീറി തന്നെ എടുക്കണം കേട്ടോ. അതായത് 1000 കവർ നമ്മൾ കീറി എടുക്കണം. അതുപോലെ 1000 മസാല പാക്കറ്റ് നമ്മൾ മുറിച്ചിട്ട് ഇന്ന് മസാല എടുക്കണം. കാലത്ത് കുറച്ച് തൊണ്ടവേന ഉണ്ടായിരുന്നത്, ഇപ്പോൾ തൊണ്ടവേനൊക്കെ കൂടിയിട്ടാ, ചെറുതായിട്ട് പനിയെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ലാഭമല്ലോ, 1000 ഭാഗ്യശാലിക്ക് അത് കിട്ടുള്ളൂ. മറ്റേ സ്ക്രാച്ച് അമ്മീനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എടുക്കണ ഇപ്പിക്കുണ്ടായിരുന്നില്ലേ പണ്ട് സ്റ്റിക്കർ. പാക്കൊന്നും വിട്ട് പോയിട്ടില്ലല്ലോ. എന്റെ ഗഡിൽ ഇടുമ്പോ അറിയില്ലേ, പൊങ്ങി കിടക്കൂല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വലിയ നൂഡിൽസ് ആക്കി എടുക്കാനുള്ള മാഗി പാക്കറ്റുകൾ ഓരോന്നായിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ട. പിന്നെ ചിലതിൻ്റെ ഉള്ളിലേക്കില്ലേ മസാലയൊക്കെ 2 എണ്ണം വെച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എഡ്വിന് 2 എണ്ണം കിട്ടിയത്, 2 പാക്കറ്റ് മസാല ഇട്ട്. ഭാഗ്യമുണ്ടെങ്കിലൊക്കെ അങ്ങനെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ നോക്കി നമ്മുടെ ഓരോ കവറുകൾ പൊട്ടിക്കുന്നു, മസാല മാറ്റുന്നു, കവറ് മാറ്റുന്നു, മാഗി നൂഡിൽസ് മാറ്റുന്നു. അങ്ങനെ മാറ്റി നമ്മൾ ഈ പാത്രം നിറച്ചെടുക്കുക. നോക്കി ഈ കിണ്ണം നിറയില്ലേ, ഇതിൽ 2 എണ്ണം എടാ നോക്കിയടാ. ഇതേ 1 അത് കാണിച്ചാൽ എത്ര എണ്ണം ഉണ്ട് നോക്കട്ടെ. ഒരു മാഗിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടാ. 1 2 3 4 4 എടാ നീ കയറ്റി വെച്ചാടാ, കയറ്റി വെച്ചാടാ കള്ള. പക്ഷെ എഡ്വിന് മര്യാദയ്ക്ക് ഒറിജിനൽ ആയിട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നിയത് 1 2 മാറി കിട്ടും. ഇത് പറ്റിക്കാൻ നോക്കുന്നോടാ. ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇത് അതിനൊക്കെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടെന്ന്. ഇപ്പോഴും സന്തോഷം തന്നെയാണ് ഈ സാധനം കഴിക്കുമ്പോൾ. പണ്ടത്തെ നൊസ്റ്റാൾജിക് സാധനമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ആദ്യം മാഗി മാത്രം ഉണ്ടായില്ല. എപ്പിയൊക്കെ ഈ അടുത്ത് വന്നാലേ മാഗി അറിഞ്ഞില്ലേ പണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാഗി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എപ്പിയൊക്കെ. ആണോ? നീ 2K അല്ലടാ, വെറുതെ അല്ല. 90s കിഡ്സിനൊക്കെ ഇതാ ഇഷ്ടം അല്ലടാ. പഞ്ചാരേ ജിയോ ചേട്ടൻ തീ കൂട്ടാൻ പോയക്കെ, അതുകൊണ്ട് മസാല കട്ട് ചെയ്യണ പരിപാടിയൊക്കെ ഞങ്ങൾക്കാണ്. ജിയോ ചേട്ടൻ പറ്റിച്ച് പോയി.
എന്തൊക്കെ മസാല ഇട്ടില്ലെങ്കിലും ഈ മസാല ഇട്ടില്ലെങ്കിൽ ഈ മസാല പടപടാ പടപടാന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേട്ടാ മഴക്കാര് വരുന്നുണ്ട്. മഴക്കാരിന് മുമ്പ് നമുക്ക് ഇത് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കണം. ജിയോ ചേട്ടാ കത്തിക്കാൻ പോയിട്ട് പിന്നെ തന്നിട്ടില്ല. അപ്പൊ ഇനി മച്ചാൻ വരെ 1000 മാഗി ഉണ്ടാക്കാനുള്ള അടുപ്പ് കത്തിക്കാൻ പോവാണ് നമ്മള്. അപ്പൊ ഇതേ തീ കൊടുക്കാണ്. ഇനി കത്തി കയറി വരട്ടെ. നല്ല രീതിക്ക് വിറകൊക്കെ കത്തിച്ച് സെറ്റാക്കാണ്. ഇനിയിപ്പോൾ വിറക് കത്തിക്കലേ മുതലുള്ളൂ. നമ്മുടെ ഗ്യാസൊക്കെ കിട്ടാൻ ഇനി ഏത് കാലത്താണെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് ബയോഗ്യാസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് ഇത്രയും വലിയ മാസ് കുക്കിങ് നമുക്ക് നടക്കില്ല. അപ്പോൾ എന്തായാലും വിറക് കത്തി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പാത്രം കയറ്റാൻ. മച്ചാന്മാരെ ഇതേ നോക്ക്, നമ്മളെ അടുപ്പത്ത് നമ്മുടെ പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരട്ടേട്ടാ. നല്ലോണം തീ നമുക്കൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമ്മളിത് എണ്ണ ഒഴിച്ചു കൊടുക്കാണേ. അങ്ങനെ തീന് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടേട്ടാ. അപ്പൊ ഇനി സവാള ഇട്ട് കൊടുത്താലാ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാട്ടാ. ഇനി നമ്മുടെ ക്യാപ്സിക്കം ആണ്. ഇനി ദേ കുനുകുന അരിഞ്ഞ പച്ചമുളകാണ്. അത് ഇത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണുള്ളൂ. മൊത്തട്ട എരിഞ്ഞ് കിളി പാറുവേ. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാട്ടാ. ഇനി ഇതേ ജിഞ്ചറും ഗാർലിക്കും ആണ്. ഇനി ഇതേ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമ്മുടെ മസാലകൾ ചേർക്കാണ്. മഞ്ഞപ്പൊടിയാണ്, കാശ്മീർ ചില്ലി പൗഡർ ആണ്. ഇനി ഇതേ നമ്മുടെ ഗരം മസാലയാണ്. ഇനി ഇതേ നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ മസാലകളും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കാണ്. അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ ഇട്ടാ. ഞാൻ നോക്കി നമ്മുടെ മസാല കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഒരു പ്രത്യേകം മണം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നല്ല അടിപൊളി മസാല വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതേ വെള്ളം ഒഴിച്ചു കൊടുക്കാണേ. അങ്ങനെ മസാലയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി നല്ലോണം നമുക്ക് വെള്ളം വെട്ടി തിളപ്പിക്കണം കേട്ടോ. നല്ല മസാലയൊക്കെയുള്ള വെള്ളം. അപ്പോൾ ഇതേ വിറക് കയറ്റി നമ്മൾ തീ നല്ല പവറാക്കി കൊടുക്കുകയാണേ. അങ്ങനെ തീയൊക്കെ നല്ല പവറിൽ കയറ്റി വെച്ചത് നമ്മുടെ മസാല വെള്ളം തിളയ്ക്കാൻ വെച്ചേക്കണേ. തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമ്മുടെ മാഗി ചേർത്ത് കൊടുക്കാൻ. ഇന്ന് കാട്ടുതീ ഉണ്ടാക്കും. ഇന്ന് കാട്ടുതീയാ. ഇപ്പൊ ചാവും തോന്നിയായിരുന്നു. വരവ് കണ്ടപ്പോഴേ എന്തെങ്കിലും വെള്ളത്തിരം കാണിക്കാനാണെന്ന്. അങ്ങനെ നമ്മള് ന്യൂഡിൽസ് വേവിക്കാൻ വെച്ചേക്കട്ടാ. തീ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കത്തി വരട്ടെ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാട്ടോ. ആഹാ. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മൾ നേരെ നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കട്ടെ ഇതിൽ വെച്ച്. ആഹാ.
അടിപൊളി. ഇതേ കണ്ട നല്ല നൂലായിട്ട് ഇങ്ങനെ വരണ കണ്ട നമ്മുടെ നൂഡിൽസ് ഇളക്കുമ്പോൾ. ആയി ഇനി ഇതേ നമ്മുടെ മാഗി മസാല പൊടി ഇട്ടാ കൂടി വന്നാലേ അതിൻ്റെ പവർ വരുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം. ആയി ഇത് നമ്മുടെ നൂഡിൽസ് നോക്കി നല്ല സെറ്റായി വരുന്നുണ്ടേ. ആഹാ അപ്പോൾ ഇതേ നമ്മുടെ നൂഡിൽസിന് നല്ലോണം മസാലയൊക്കെ മിക്സ് ആവാൻ വേണ്ടി തന്നെ കുത്തി ഇതിങ്ങനെ മറച്ചിങ്ങനെ ഇടുന്നു കേട്ടോ. ഹായ് വാവ്. ഇതേ നോക്കി നല്ല ലോങ് നൂഡിൽസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആഹാ കണ്ട അങ്ങനെ ദേ നോക്ക് നമ്മുടെ മാഗി നൂഡിൽസ് മസാല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആയ് കണ്ട വാവ് നല്ല ലോങ് നൂഡിൽസ് ഉണ്ട്. ലോങ് നൂഡിൽസ്. ഇനി ഇതേ നമ്മുടെ നൂഡിൽസ് റെഡി ആയത് ഇതേ നമ്മൾ പാത്രത്തിലേക്ക് പകർത്താണ്. നല്ല ലോങ് നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോങ് എന്ന് പറയുന്നുണ്ടല്ലേ പ്രവി, അതെന്താണെന്നറിയോ? ഞാൻ പറഞ്ഞ് പഠിച്ചു വെച്ചതാ പറയാനായിട്ട്. അങ്ങനെ നമ്മുടെ നല്ല ചൂടൻ നൂഡിൽസ് നമ്മൾ പാത്രത്തിലേക്ക് പകർത്താണ്. ആഹാ ഇതേ നമ്മൾ പാത്രത്തിലേക്ക് ഇത് പകർത്തുകയാണേ. ഇനി ഇതേ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജീസ് ടോപ്പിങ്സ് ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിളിൽ നിന്ന് നമ്മൾ മാറ്റിയതാണ്. നമ്മളെല്ലാത്തിലും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി കുറേശ്ശെ സോസ് ഇട്ടാ നമുക്കൊരു ടച്ചപ്പിന് വേണ്ടിയിട്ട്. ഇയാളാ അങ്ങനെ വെച്ചാൽ നമ്മുടെ നൂഡിൽസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ERT ചങ്സേർട്ടപ്പടിയിലെ ചങ്കന്മാരൊക്കെ അവിടെ ക്രിക്കറ്റ് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്നപ്പോൾ അവർക്ക് നമുക്ക് നൂഡിൽസ് കൊടുക്കാനുള്ളൂ കേട്ടോ. അടുത്തന്നെ ബിരിയാണി ഉണ്ടാക്കി തരാവേ. ഈ ഗ്യാസിന്റെ ക്ഷാമൊക്കെ ഒന്ന് കേട്ടെ. അപ്പോൾ ഓരോരുത്തരും എടുത്ത് പടച്ച് സാധനം അടിച്ചേ ക്ഷീണമൊക്കെ കൊണ്ട് മാറട്ടെ. അങ്ങനെ മോനെ അവിടേക്കൊക്കെ കൊടുക്ക്. എടാ മക്കളെ വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ചെറുതാണ് ഇങ്ങനെ നല്ലാണെന്ന് എല്ലാരും പറയണം. അടുത്തന്നെ ബിരിയാണി വെച്ച് തരാം. 5 രൂപ എടുത്താ 10 രൂപ അടിക്കാൻ പിന്നെ വയ്ക്കും. ആണോ ആണോ എല്ലാം ദൈവം അനുഗ്രഹം. തക്കാളി നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാധനം ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മാഗി ഉദ്യമം വിജയിച്ചിരിക്കുകയാണ്. ഇനിയും കുറേ ബാക്കിയുണ്ട്. എന്നൊക്കെ നമ്മുടെ പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ വരും. എല്ലാവരുമായിട്ട് കഴിച്ചു തീർക്കും. ഓരോരുത്തർക്ക് 5 കിലോ വെച്ചാണ് നമ്മൾ കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബക്കറ്റിൽ വരുന്നൊക്കെ ബക്കറ്റില് അങ്ങനെ നമ്മൾ പ്രവീൺ മച്ചാൻ വീഡിയോ തീർക്കണിക്ക് മുമ്പ് കൊതി കെട്ടിയിട്ട് ഞാനിപ്പോൾ കഴിക്കുന്നു പറഞ്ഞു വന്നേക്കാണ്. സൂപ്പർ ഇഷ്ടമായി. അങ്ങനെ വെച്ചാൽ നമ്മുടെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർക്ക് കൊടുത്തു, ചേട്ടന്മാർക്ക് കൊടുത്തു, എല്ലാവരും ഹാപ്പി. അപ്പോൾ എന്തായാലും അങ്ങനെ 1000 മാഗി നൂഡിൽസ് ആണ് നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡാണ്, ഫുഡിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതെന്തായാലും നമ്മൾ കഴിച്ചു തീർക്കും, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.